നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. വയനാട് മുത്തങ്ങയിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ കാറിടിച്ച ഒരാൾക്ക് പരിക്കേറ്റു. മലപ്പുറം മഞ്ചേരി സ്വദേശി ഷാദിലിനാണ് പരിക്കേറ്റത്. ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷാദിലിനെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പൊന്നാനിയിൽ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷ ഡിവൈഡറിൽ ഇടിച്ച് ഡ്രൈവർ മരണപ്പെട്ടു. വെള്ളിയങ്കോട് മാട്ടുങ്ങൽ സ്വദേശിയും ആംബുലൻസ് ഡ്രൈവറുമായ പയ്യക്കാട് യൂസഫാണ് മരണപ്പെട്ടത്. എടവണ്ണപ്പാറയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. കോഴിക്കോട് വെള്ളിപറമ്പ് സ്വദേശി മുഹമ്മദ് ഷാമിൽ സഖാഫിയാണ് മരിച്ചത്. സംസ്ഥാന പാതയിൽ വളയംകുളം മാങ്കുളത്ത് കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ അപകടം. മൂന്നാറിൽ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയ 5 പേരടങ്ങുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേർക്ക് പരിക്കേറ്റു. കോട്ടക്കൽ സ്വദേശികളായ മുജാഫർ, മുഫീദ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. വളാഞ്ചേരി കാവുംപുറം സ്വദേശി റോഷനാണ് പരിക്കേറ്റത്. കരുളായി റോഡരികിൽ നിർത്തിയിട്ട കാർ കാട്ടാന തകർത്തു. പാലങ്കര നാരങ്ങമൂല നെടുമ്പറമ്പൻ വിജയന്റെ കാറാണ് തകർത്തത്. പൂക്കോട്ടുംപാടത്ത് കത്തി ചൂണ്ടി ആക്രമിച്ച് കവർച്ച നടത്തിയ കേസിലെ പ്രതികളെ പിടികൂടി. പൂക്കോട്ടുപാടം തട്ടിയേക്കൽ പരിയേറ്റ് മുഹമ്മദ് ഷാഫി, എറണാകുളം മരട് സ്വദേശി തുരുത്തി കല്ലറയ്ക്കൽ ജിഫ്രിൻ പീറ്റർ എന്നിവരെയാണ് പൂക്കോട്ടുപാടം ഇൻസ്പെക്ടർ അനീഷിന്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് നിന്നും അറസ്റ്റ് ചെയ്തത്. തേഞ്ഞിപ്പാലം പോക്സോ കേസിൽ ജീവനൊടുക്കിയ അതിജീവിതയുടെ കുടുംബം വാടക നൽകാൻ കഴിയാത്തതിന് തെരുവിലിറങ്ങേണ്ടി വരുമെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. 3 വർഷമായി ഇവർ വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.